ഇന്ന് നമുക്ക് മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ബർത്ത്ഡേൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ അതിന് വേണ്ടി 4 കിലോ ചിക്കനും 3 കിലോ റൈസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ട ആ ഒരു പാകത്തിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ലോണം വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനൊക്കെ പൊരിക്കുമ്പോൾ വരിയുന്ന പോലെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഒരു പേസ്റ്റ് തയ്യാറാക്കാനുണ്ട്, അരച്ച് തയ്യാറാക്കാനുണ്ട്. അത് 2 തക്കാളി, 2 വലിയുള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൂടെ അരച്ചത് നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. പിന്നെ മാഗി ക്യൂബ് ഒരു പെട്ടി, അതായത് ഒരു ചെറിയ പെട്ടി, അതിൽ 2 ചെറിയ ക്യൂബാണ് ഉണ്ടാവുക. അപ്പോൾ 1 കിലോന് ഒരു പെട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇത് 4 കിലോന് 4 പെട്ടി മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് അതിൽ ചേർത്ത് കൊടുത്ത്, പിന്നെ കുറച്ചൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കാശ്മീരി മുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മളൊരു മന്തീൻ്റെ സ്മെല്ലും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു പൊടി. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, ഷോപ്പിൽ നിന്ന് തന്നെ മന്തി മസാല നമുക്ക് കിട്ടും, പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിക്കലില്ല. ഞാനിത് വീട്ടിൽ നിന്ന് തന്നെ ഏലക്കായും പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക്, മല്ലി, ഗ്രാമ്പൂ, പട്ട, കറുത്ത നാരങ്ങ, വറ്റൽമുളക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിക്കുമോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് മുന്നേ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാം. ഞാൻ മുന്നേ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പൊടി ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അടുപ്പത്ത് നിന്നൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക വേണ്ടത്. പിന്നെ ഒരു അരമണിക്കൂറോളം അത് ചിക്കൻ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തീയെല്ലാം കത്തിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അത് പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് 2-3 കല്ല് അടുപ്പിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. അകത്ത് പുകയില്ലാത്ത അടുപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്, വലിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ. അതുകൊണ്ട് പുറത്താണ് അടുപ്പുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അട്ടിക്ക് വെക്കുമ്പോൾ വേവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കുക ചെയ്യൽ. കുറച്ച് ഓയിലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യൽ. നല്ല രീതിയിൽ മുരിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ 2 പ്രാവശ്യമാക്കിയിട്ട് അതാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ചോറിന് വെള്ളം വെക്കാം. അത് മസാലയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അത് നമുക്ക് ആവശ്യമുണ്ട്. അവസാനം മസാല ചോറിലേക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മസാലയൊക്കെ മാറ്റി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മസാല വടിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇനി അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അതിന് വട്ട വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കുറച്ച് മല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇടുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ അതിലേക്ക് പിന്നെ 250 ഗ്രാം ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിന് അളവൊന്നുമില്ല. അത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നതിനെ കൊണ്ട് വെള്ളത്തിന് അളവില്ല. അല്ലെങ്കിൽ അളവ് വെച്ചിട്ട് ചെയ്യാനും പറ്റും, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. പിന്നെ അതിൻ്റെ അകത്തേക്ക് 4 ക്യാപ്സിക്കം, 2 വലിയുള്ളി, പിന്നെ കുറച്ച് മല്ലിയില അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കറുത്ത നാരങ്ങ മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം മുടി വെച്ച് നല്ലോണം പതച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അരി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വൈറ്റ് കളർ അരിയാണ്. വൈറ്റും ഗോൾഡൻ കളറും അരിയുണ്ട്. അപ്പോൾ വൈറ്റ് അരി ആകുമ്പോൾ അതൊരു അരമണിക്കൂറോളം പുതിർത്തി വെച്ചാൽ മതി. മറ്റേതാകുമ്പോൾ നല്ല വേവ് വരും. അത് കുറച്ച് അധികം സമയം പുതിർത്തിയും വെക്കണം. അപ്പോൾ വൈറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അരമണിക്കൂറോളം അവിടെ പുതിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് മുളക് ചുട്ടെടുക്കുന്നുണ്ട്. അതൊരു എരിവുള്ള ചട്നി ഉണ്ടാക്കുമല്ലോ നമ്മൾ മന്തിക്ക് വേണ്ടി, അതിന് വേണ്ടിയിട്ട് മുളക് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയും കൂടി നീരും കൂടെ ആക്കിയിട്ടുണ്ട്. അത് അമ്മ അതിൽ പിഴിഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ നീര് നല്ലോണം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് അമ്മ അതിൽ പിഴിഞ്ഞിരുന്നുണ്ട്.
അപ്പം മുളക് എല്ലാം അവിടുന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പൊന്ന് അധികമായിട്ട് തോന്നണം വെള്ളത്തിൽ, എന്നാലാണ് ചോറിന് ഉപ്പ് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ചോറിന് ഉപ്പ് കുറവായിരിക്കും. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കണം. അപ്പോൾ മുളക് റെഡി ആയിട്ടുണ്ട്. മുളക് ഓരോന്ന് ചുട്ടിട്ട് ഒരു പൂവ് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള. അപ്പം വെള്ളം വെച്ച് അത് ഏകദേശം പറിച്ച് വന്നപ്പോൾ നമ്മൾ പുതിർത്തി അരി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഇട്ട് കൊടുക്കണം ഇനി. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. അന്നേരം തന്നെ നല്ലോണം ഇളക്കിയെടുക്കണം. ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ചൊരു വേവാവുന്ന സമയത്ത് നമ്മൾ ഊറ്റിയിട്ട് കൂട്ടയിലേക്ക് ഇടണം, വെള്ളം വറ്റാനായിട്ട്. ഞങ്ങൾ 2 കൂട്ടയിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് ഇനിയിപ്പോൾ ദം ചെയ്യണം. ദം ചെയ്യാൻ ആ വട്ടയിൽ തന്നെ ദം ചെയ്തിട്ട് മുകളിൽ മസാല ഒരു മന്തി പൊടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ മസാലപ്പൊടി അതും കൂടെ വിതറി കൊടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ്റെ അകത്ത് ബാക്കി വന്ന ആ മസാലയും കൂടി അതിലിട്ടിട്ട് ചോറും കുറച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുത്തിട്ട് ചിക്കനൊക്കെ മുകളിൽ നിരത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയ കപ്പ് വെച്ച് അതിൽ കനൽ വെച്ചിട്ട് അതിൽ എണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചാൽ അത് പുകഞ്ഞ് വരും. അപ്പോൾ ആ പുകയിൽ തന്നെ നമ്മൾ മൂടി വെക്കണം. പുറത്തേക്ക് പുക പോകാത്ത രീതിയിൽ നല്ലോണം അമർത്തി മൂടി വെക്കുക. അപ്പോൾ അതിനുള്ളിലേക്ക് പുകയൊക്കെ ആയാൽ അതിന് മന്തീൻ്റെ ഒരു ചൊവയും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മന്തി ഉണ്ടാക്കുന്നത്. വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തെറ്റുകളൊക്കെ ഉണ്ടാവാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 2-3 തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, നമ്മൾ തുടക്കമായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക.